ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നമ്മുടെ പ്രത്യേക പഠന പരമ്പര റോമർക്കെതിരെ ലേഖനം. റോമർക്കെതിരെ ലേഖനത്തിൽ നിന്നുള്ള 16-ാമത്തെ പഠനത്തിലാണ് നാം ഇപ്പോൾ ആയിരിക്കുന്നത്. അപ്പോസ്തലനായ പൗലോസ് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ നിയന്ത്രണത്താൽ താൻ വെളിപ്പെടുത്തിയ താൻ എഴുതിയ ഉന്നതമായ ഗ്രന്ഥങ്ങളിലൊന്ന്, ക്രിസ്ത്യാനിത്വത്തിൻ്റെ അടിസ്ഥാന നിർവചനം, റോമർക്കെതിരെ ലേഖനം. പൗലോസ് അപ്പോസ്തലൻ 1-ാം അധ്യായത്തിൽ റോമാലേഖനം പുറജാതികളുടെ അവസ്ഥയെ വിവരിക്കുകയാണ്. അവർക്കാവശ്യമായ നീതി എന്തുകൊണ്ടത് ആവശ്യമാണ്? കാരണം അവർ കുറ്റക്കാരായി പ്രതിക്കൂട്ടി നിൽക്കുകയാണ്. ഒരു കോടതി മുറിയിൽ എന്ന പോലെ പൗലോസ് അപ്പോസ്തലൻ ഈ പുറജാതികളുടെ അവസ്ഥയെ കാണിച്ചു കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ദൈവത്തിൻ്റെ നീതി ആവശ്യമാണ്, നീതീകരണം ആവശ്യമാണ്. കാരണം നിങ്ങൾ കുറ്റക്കാരാണ്, പ്രതിക്കൂട്ടിലാണ്. ഒരുപക്ഷെ പലതരത്തിൽ അവർ പ്രതികരിക്കുന്നുണ്ടാകാം. എങ്ങനെ, ഏത് വിധത്തിൽ ഞങ്ങൾ കുറ്റക്കാരായി? ദൈവത്തെക്കുറിച്ച് ഞങ്ങൾക്കറിയില്ലല്ലോ. യഹൂദന്മാർക്കുള്ളതുപോലെ വെളിപാടുകൾ ഞങ്ങൾക്കില്ലല്ലോ. ഇതിലെല്ലാം വ്യക്തമായി പൗലോസ് അപ്പോസ്തലൻ മറുപടി പറഞ്ഞു. താൻ തെളിവുകൾ നിരത്തി. വ്യക്തമായി താൻ ആദ്യം പറഞ്ഞു, നിങ്ങൾക്ക് കിട്ടിയ അറിവുകൾ നിങ്ങൾ ഊതിക്കെടുത്തി. നിങ്ങൾക്ക് നൽകപ്പെട്ട വെളിച്ചം നിങ്ങൾ കെടുത്തിക്കളഞ്ഞു. മനുഷ്യൻ അവൻ്റെ അനീതി കൊണ്ടും അവൻ്റെ അഭക്തി കൊണ്ടും ദുഷ്ടമായ അവൻ്റെ വിചാരങ്ങൾ കൊണ്ടും പ്രവർത്തനങ്ങൾ കൊണ്ടും ദൈവത്തിൻ്റെ സത്യത്തെ തടുക്കുകയാണ്, തടസ്സപ്പെടുത്തുകയാണ്. അഭക്തിയും അനീതിയും അത് നിയമത്തിനും മനസ്സാക്ഷിക്കും സത്യത്തിനും വിരോധമായി നിൽക്കുന്നവയാണ്. ഈ ഭൂമിയിലുള്ള മനുഷ്യൻ്റെ വാസത്തിന് ഏറ്റവും വലിയ പ്രശ്നം വരുത്തുന്ന, ഉപദ്രവം വരുത്തുന്ന കാര്യങ്ങളാണ് ഇതിനെ തടുക്കുക. മനസ്സാക്ഷി, ദൈവത്തിൻ്റെ പ്രമാണം, സത്യം. ഇതിനെ തടുത്താൽ ഭൂമിയിലെ വാസം ദുരിതമാകും. അനീതിയും അഭക്തിയും ദൈവത്തോടുള്ള സ്നേഹത്തിന് വിരോധമാണ്, അന്യോന്യമുള്ള സ്നേഹത്തിന് വിരോധമാണ്. മനുഷ്യൻ അവൻ്റേതായ വഴികൾ സ്വരുക്കൂട്ടുന്നു, കണ്ടെത്തുന്നു അവൻ ജീവിക്കുവാൻ. പക്ഷെ ആ മാർഗത്തിൽ നിന്ന് അവൻ ദൈവത്തെ പുറത്തു കളയുന്നു. ദൈവത്തെ പുറന്തള്ളിക്കൊണ്ടാണ് മനുഷ്യൻ സ്വന്തമായ ജീവിതപാതകൾ ക്രമീകരിക്കുന്നത്. ദൈവത്തെ പുറന്തള്ളുന്ന മനുഷ്യൻ, ദൈവത്തിൻ്റെ സ്നേഹം തള്ളിക്കളയുന്ന മനുഷ്യൻ. പക്ഷെ അവൻ ഓർക്കുന്നില്ല താൻ ധാർമ്മികമായി കുറ്റക്കാരനാണ്, ഉത്തരവാദിയാണ്. താൻ ഉത്തരം പറയേണ്ടി വരും, ദൈവത്തിൻ്റെ ചോദ്യങ്ങളുടെ മുമ്പിൽ നിൽക്കേണ്ടി വരും. ദൈവത്തിൻ്റെ ക്രോധം ഇതാ പുറപ്പെടുകയാണ്. അതാണ് പൗലോസ് ഇവരെ ഓർമ്മിപ്പിക്കുന്നത്. 18-ാം വാക്യം കണ്ടു. അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന മനുഷ്യരുടെ സകല ഭക്തിക്കും അനീതിക്ക് നേരെ ദൈവത്തിൻ്റെ കോപം, യവന ഭാഷയിൽ ക്രോധമാണ്, ഇംഗ്ലീഷിലും റാത്ത് എന്നാണ്. ദൈവത്തിൻ്റെ കോപം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെടുന്നു. ദൈവത്തിൻ്റെ കോപത്തെക്കുറിച്ചാണ് പറയുന്നത്. ദൈവത്തെ തന്നെ മറുതലിക്കുന്നതിൻ്റെ ദൈവിക പ്രതികരണം. ദൈവമെന്ന അസ്തിത്വം, ദൈവമെന്ന സത്യത്തിനെതിരെയുള്ള മനുഷ്യൻ്റെ മനോഭാവത്തോട് ദൈവം പ്രതികരിക്കുന്നത് തൻ്റെ കോപത്താലാണ്. ദൈവം തന്നെക്കുറിച്ച് വെളിപ്പെടുത്തിയതിനെ തള്ളിക്കളയുന്ന മനുഷ്യനോട് ദൈവത്തിൻ്റെ പ്രതികരണം ദൈവത്തിൻ്റെ കോപമാണ്. അത് ന്യായമാണ്. ദൈവത്തിൻ്റെ കോപം, ദൈവം കോപിക്കുന്നത്, ക്രോധം ചൊരിയുന്നത് ന്യായമാണ്. റോമർക്കെതിരെ ലേഖനത്തിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 5-6 വാക്യങ്ങളിൽ ഇങ്ങനെ കേൾക്കാം. എന്നാൽ നമ്മുടെ അനീതി ദൈവത്തിൻ്റെ നീതിയെ പ്രസിദ്ധമാക്കുന്നുവെങ്കിൽ നാം എന്തു പറയും? ശിക്ഷ നടത്തുന്ന ദൈവം നീതിയില്ലാത്തവൻ. കാരണം നാം അനീതി ചെയ്യുമ്പോൾ ദൈവം തൻ്റെ നീതി പ്രദർശിപ്പിക്കും. എങ്ങനെ? മനുഷ്യനെ ശിക്ഷിച്ചുകൊണ്ട്. ഞാൻ മനുഷ്യരീതിയിൽ പറയുന്നു, ഒരു നാളുമല്ല. അല്ലെങ്കിൽ ദൈവം ലോകത്തെ എങ്ങനെ വിധിക്കും? ദൈവം ലോകത്തെ വിധിക്കുന്നതിലൂടെ ദൈവം തൻ്റെ നീതിയാണ് കാണിച്ചു തരുന്നത്. ദൈവം നീതിമാനാണ്, ഇതിൻ്റെ നീതി വെളിപ്പെടുകയാണ്. യെശയ്യാപ്രവചനത്തിൻ്റെ പുസ്തകം 9-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യത്തിലും യെശയ്യാവ് 13-9 ഇങ്ങനെ നമുക്ക് വായിച്ച് കേൾക്കാം. യെശയ്യാവ് 9:19 സൈന്യങ്ങളുടെ യഹോവയുടെ കോപം നിമിത്തം ദേശം ദഹിച്ചു പോയിരിക്കുന്നു, ജനവും തീക്കിരയായിരിക്കുന്നു, ഒരുത്തൻ എൻ്റെ സഹോദരനെ ആദരിക്കുന്നില്ല. യെശയ്യാവ് തന്നെ 13-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞു, ദേശത്തെ ശൂന്യമാക്കുവാനും പാപികളെ അതിൽ നിന്ന് മുടിച്ചു കളയുവാനും യഹോവയുടെ ദിവസം ക്രൂരമായിട്ട് ക്രോധത്തോടും അതികോപത്തോടും കൂടെ വരുന്നു. രണ്ടവസ്ഥകളും ആ വാക്കിൽ കാണാം, ക്രോധവും ദൈവത്തിൻ്റെ കോപവും. റോമർക്കെതിരെ ലേഖനത്തിൻ്റെ തന്നെ 12-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യത്തിൽ ഇങ്ങനെ നമുക്ക് വായിക്കാൻ കഴിയും. പ്രിയമുള്ളവരെ, നിങ്ങൾ തന്നെ പ്രതികാരം ചെയ്യാതെ ദൈവ കോപത്തിന് ഇടം കൊടുപ്പിൻ. പ്രതികാരം എനിക്കുള്ളത്, ഞാൻ പകരം ചെയ്യുമെന്ന് കർത്താവ് വിളിച്ചു. ദൈവം തീർച്ചയായും പകരം ചെയ്യും. തന്നെ ഇത്രമാത്രം അപമാനിക്കുകയും
ഉപദ്രവിക്കുകയും മറുതലിക്കുകയും തള്ളിക്കളയുകയും ചെയ്യുമ്പോൾ തീർച്ചയായും എൻ്റെ ഭവിഷ്യത്ത് നേരിടേണ്ടി വരും. അത് റോമലേഖനം 13:5 കാണാം. അതുകൊണ്ട് ശിക്ഷയെ മാത്രമല്ല മനസാക്ഷിയെ വിചാരിച്ച് കീഴടങ്ങ് ആവശ്യം. അധികാരവർഗത്തെക്കുറിച്ച് പറയുമ്പോൾ എഫേസ്യ ലേഖനം 5:6, കൊലോസ്യർ 3:6, 1 തെസ്സലോനിക്കർ 1:10 വ്യക്തമാണ്. വരുവാനുള്ള കോപത്തിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെട്ടു. ഇതിൻ്റെ കോപം ദൈവത്തെ അനുസരിക്കാത്ത, സുവിശേഷത്തിന് കീഴ്പ്പെടാത്തവർക്കെതിരെ, സുവിശേഷത്തിന് വിധേയപ്പെടാത്തവർക്കെതിരെ ഇതിൻ്റെ ക്രോധം നിശ്ചയമാണ്. പാപം എപ്പോഴും നിഷേധാത്മകമാണ്, ദൈവത്തിനോടുള്ള എതിർപ്പാണ്. ദൈവത്തിനെ വ്യക്തിപരമായി അപമാനിക്കുകയാണ് ഒരു മനുഷ്യൻ പാപം ചെയ്യുമ്പോൾ. അവിടെ ദൈവം വിശുദ്ധനാണ്. വിശുദ്ധനായ ദൈവത്തോടുള്ള വ്യക്തിപരമായ അപമാനമാണ് പാപം. പത്രോസ് തൻ്റെ ലേഖനം 1 ലേഖനത്തിൻ്റെ 1 അധ്യായം 14 മുതൽ 16 വരെ വ്യക്തമായി പുതിയ വിശ്വാസികളോട് പറയും, നിങ്ങൾ വിശുദ്ധരായി ജീവിക്കണം. കാരണം ദൈവം വിശുദ്ധനാണ്. ദൈവം വിശുദ്ധനായതുകൊണ്ട് ദൈവത്തോടൊരു ബന്ധം, സമ്പർക്കം ഉണ്ടാകണമെങ്കിൽ വേർപെട്ട ജീവിതം, അതാണ് വിശുദ്ധ ജീവിതം. വേഷമല്ല, വേർപെട്ടൊരു ജീവിത രീതി നിങ്ങൾക്കുണ്ടായിരിക്കണം. ലോകത്തിൻ്റെ എല്ലാ രീതികളിൽ നിന്നും നിങ്ങൾ വേർപെട്ട് ജീവിക്കണം, എല്ലാ വിധത്തിലും. അതാണ് യഥാർത്ഥ വിശുദ്ധൻ. ഇത് ലോകം വഴിതെറ്റി പോവുകയാണ്. വെള്ളയും വസ്ത്രം, സാരിയൊക്കെ ധരിച്ചു കഴിഞ്ഞാൽ താൻ വിശുദ്ധനാണ് എന്ന ചിന്തയാണ്. അത് വഞ്ചിക്കപ്പെടുകയാണ്. വേർപെട്ട ജീവിതം, മനസ്സുകൊണ്ടും ചിന്ത കൊണ്ടും പ്രവൃത്തി കൊണ്ടും ലോകത്തിലെ മറ്റുള്ളവരിൽ നിന്ന് അവരോട് അനുരൂപപ്പെടാതെ മാറി നടക്കുന്നൊരവസ്ഥ. റോമർക്ക് ലേഖനം 8 അധ്യായത്തിൻ്റെ 7 വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ ഇങ്ങനെ പറയും, ജഡത്തിൻ്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാകുന്നു. അത് ദൈവസ്ഥൻ്റെ ന്യായപ്രമാണത്തിന് കീഴ്പ്പെടുന്നില്ല. ജഡീക ചിന്തകൾ അതും ദൈവത്തിൻ്റെ ശത്രുതയാണ്. ജഡീക ചിന്താഗതികൾ, ജഡത്തിൻ്റെ പ്രവൃത്തികളെല്ലാം ദൈവത്തോടുള്ള ശത്രുതയാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ ക്രോധം പാപത്തിനെതിരെ തീർച്ചയാണ്. പാപത്തിനെതിരെയുള്ള ദൈവത്തിൻ്റെ പ്രതികരണമാണ് തൻ്റെ കോപം. എവിടെയാണോ പാപവും പ്രമാണവും ഭരിക്കുന്നത്, തീർച്ചയായും അതിൻ്റെ അനന്തരഫലമാണ് മരണം. പ്രമാണം ലംഘിക്കുന്നത് അതാണ് പാപം. പാപത്തിൻ്റെ ശമ്പളം മരണം. അങ്ങനെ വരുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ ക്രോധം ഒഴിവാക്കാൻ പറ്റില്ല. ഇപ്പം 4 ശക്തി, മനുഷ്യനെ ബന്ധിക്കുന്ന, നാശത്തിലേക്ക് നയിക്കുന്ന 4 ശക്തികളുണ്ട്. 1 പ്രമാണം. ഈ പ്രമാണം ലംഘിക്കപ്പെടുന്നത് പാപത്താലാണ്. 1 പ്രമാണം, 2 പാപം, 3 മരണം, 4 ക്രോധം. ഈ 4 ശക്തികൾ മനുഷ്യനെ ബന്ധിക്കും, നശിപ്പിക്കും. ഇപ്പം പൗലോസ് അപ്പോസ്തലൻ പുറജാതിക ലോകത്തിന് തെളിവ് തരികയാണ്. നിങ്ങൾക്ക് ദൈവത്തിൻ്റെ ക്രോധം വരും, നിങ്ങളോട് ദൈവത്തിൻ്റെ കോപമുണ്ട്. 1ാമത്തെ തെളിവ്, നിങ്ങൾ പരിജ്ഞാനം അടിച്ചമർത്തി, സത്യത്തെ അടിച്ചമർത്തി. 2ാമത്തെ തെളിവ്, മനഃപൂർവമായ അജ്ഞത, മനഃപൂർവമായിട്ടുള്ള അറിവില്ലായ്മ. ഇത് മനഃപൂർവ്വമാണ്. ഒരുപക്ഷെ ഇവിടെയും ഒരു പ്രതീകാത്മക സംഭാഷണം നടക്കുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ അവർ പ്രതികരിക്കുന്നുണ്ട്. അവർ പറയുന്നുണ്ട്, ശരിയാണ്, പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, പുറജാതികൾക്ക് ദൈവം തന്നെ വെളിപ്പെടുത്തി സത്യം കൊടുത്തു, പക്ഷെ നിങ്ങളതിനെ അടിച്ചമർത്തി കെടുത്തിക്കളഞ്ഞു. അതിനുള്ള പ്രതികരണം ഇങ്ങനെയാണ്. ഒരു പക്ഷേ ശരിയായിരിക്കാം, താങ്കൾ പറയുന്ന പോലെ ചില പ്രത്യേക സന്ദർഭങ്ങളിൽ ചിലർക്ക് അവിടെയും ഇവിടെയുമായി ദൈവം തന്നെക്കുറിച്ചുള്ള അറിവുകൾ കൊടുത്തിരിക്കാം. പുറജാതികളുടെ ലോകത്തിൽ നമ്മൾ കണ്ടു കഴിഞ്ഞ തവണ മെൽക്കിസദേക്കിനെക്കുറിച്ച്, നയമാനെക്കുറിച്ച്, ഒരു ദൈവം ഇടപെട്ടതായ ചില ജീവിതങ്ങളെക്കുറിച്ച്. ശരിയായിരിക്കാം, പുറജാതികളുടെ ലോകത്തിൽ അല്പം വെളിച്ചം, പ്രകാശതയും കൊടുത്തിരിക്കാം. എപ്രകാരമുള്ള വെളിപാടാണ്, എപ്രകാരമുള്ള പരിജ്ഞാനമാണ് കൊടുത്തത് നമുക്ക് വ്യക്തമായി അറിയില്ല. അതുകൊണ്ട് പൂർണ്ണമായി നമുക്കറിയാത്ത സ്ഥിതിക്ക്, പൂർണ്ണമായി വെളിപാടുകൾ നൽകപ്പെടാത്ത സ്ഥിതിക്ക് പുറജാതികളെ മൊത്തത്തിൽ അടച്ച് ആക്ഷേപിക്കുന്നത് ശരിയല്ല. അവരുടെ വാദഗതി ഭൂരിപക്ഷം പുറജാതികളും ഒഴിവാക്കപ്പെടേണ്ടതാണ്. എന്നാൽ ഭൂരിപക്ഷം പേർക്ക് ഇതൊന്നും അറിയില്ല. അതിന് മറുപടി പൗലോസും തൻ്റെ ചിന്തയിൽ പൗലോസ് പറയുന്നത് ഇങ്ങനെയാണ്, ഒരിക്കലുമല്ല, ആർക്കും ഒഴികഴിവില്ല. ഇംഗ്ലീഷിൽ വിത്തൗട്ട് എക്സ്ക്യൂസ്. പുറജാതിക്കാരായ ആർക്കും ഇനി രക്ഷയില്ല, ഒരു ന്യായവും ഇനി പറയാനില്ല. മറ്റെന്തെല്ലാം നിങ്ങൾ അറിഞ്ഞാലും, എന്തെല്ലാം വെളിപാടുകൾ നിങ്ങൾക്ക് കിട്ടുമെന്ന് നിങ്ങൾക്കുണ്ടെന്ന് പറഞ്ഞാലും ദൈവം തന്നെ നിങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നു. എവിടെ? പ്രകൃതിയിലൂടെ, നിങ്ങളുടെ ചുറ്റുപാടുമുള്ള ലോകത്തിലൂടെ, നിങ്ങൾ ജീവിക്കുന്ന ലോകത്തിൽ ദൈവത്തെ വെളിപ്പെടുത്തി തന്നു. നിങ്ങളുടെ ചുറ്റുപാടും, നിങ്ങൾ അതിനാൽ ചുറ്റപ്പെട്ട് നിൽക്കുകയാണ്. ദൈവം സൃഷ്ടിച്ച ഭൂമിയിൽ നിങ്ങളെ ദൈവമാക്കി വെച്ച് നിങ്ങൾ തലയുയർത്തി നോക്കിയാൽ ആകാശത്തിലേക്ക്, സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങളിലേക്ക്, ഇതെല്ലാം ദൈവത്തെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തുകയാലും
അതുകൊണ്ട് പൗലോസ് ഞാൻ നിശ്ചയമായി പറയാം, ഉറപ്പായിട്ട് പറയാം, നിങ്ങൾക്ക് ഒഴികഴിവില്ല. നിങ്ങൾ ആ പ്രതിക്കൂട്ടിൽ നിന്ന് രക്ഷപ്പെടില്ല. ദൈവം ശിക്ഷിക്കുന്നേ. അപ്പോൾ ഈ വേദഭാഗം നമുക്കൊന്ന് പ്രകാശിപ്പിക്കാം. ഇപ്പോൾ 19-ാം വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, ദൈവത്തെക്കുറിച്ച് അറിയാകുന്നത് അവർക്ക് വെളിവായിരിക്കുന്നു. ഇനി വെളിപ്പെടുമെന്നല്ല, വെളിവായിരിക്കുന്നു. ദൈവം അവർക്ക് വെളിവാക്കിയല്ലോ. ഇപ്പോൾ ദൈവത്തിന് അബദ്ധം പറ്റില്ല. ഇപ്പോൾ 19-ാം വാക്യം പൗലോസ് അപ്പോസ്തലൻ 2 തവണ വ്യക്തമായി പറയും, ദൈവത്തെക്കുറിച്ച് അറിയാകുന്നത് അവർക്ക് വെളിവായിരിക്കുന്നു, ദൈവം വെളിവാക്കിയല്ലോ. എന്നിട്ട് 20-ാം വാക്യം തുടർച്ചയായി, അവൻ്റെ നിത്യശക്തിയും ദിവ്യത്വവുമായി അവൻ്റെ അദൃശ്യ ലക്ഷണങ്ങൾ ലോകസൃഷ്ടി മുതൽ അവൻ്റെ പ്രവൃത്തികളാൽ ബുദ്ധിക്ക് തെളിവായി വെളിപ്പെട്ടു വരുന്നു. വീണ്ടും ആ വാക്ക്, ദൈവം തെളിവായി വെളിപ്പെടുത്തി. ദൈവത്തെക്കുറിച്ച് അറിയാകുന്നത് അവർക്ക് ദൈവം വെളിപ്പെടുത്തി, തെളിവായി വെളിപ്പെടുത്തി. അപ്പോൾ 2 വിധത്തിൽ ദൈവത്തിൻ്റെ വെളിപാടുകൾ വന്നിരിക്കുന്നുവെന്ന് പറയാം. ഒന്ന്, പ്രകൃതിയിലൂടെ, ഈ പ്രപഞ്ച സൃഷ്ടിയിലൂടെ. ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ദൈവം ഈ സൃഷ്ടിയിലൂടെ തന്നെ വെളിപ്പെടുത്തുകയാണ്, തന്നെ കാണിച്ചു തരികയാണ്. 2-ാമത്തെ മാർഗം പ്രകൃത്യതീതം, അമാനുഷികം, തൻ്റെ വചനത്തിലൂടെയുള്ള വെളിപാട്. ഇപ്പോൾ 2 വിധത്തിൽ ദൈവം തന്നെ വെളിപ്പെടുത്തി. ഈ 2 വിധത്തിലുള്ള വെളിപാടുകളെക്കുറിച്ചും ബൈബിളിൽ ഒരു സങ്കീർത്തന അധ്യായം വ്യക്തമായി പറയും. 19-ാം സങ്കീർത്തനം. 19-ാം സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ പറയുന്നത് ശ്രദ്ധിക്കാം. ദാവീദ് അതിൻ്റെ ആദ്യ ഭാഗം പ്രകൃതിയിലൂടെയുള്ള വെളിപാടിനെക്കുറിച്ച് പറഞ്ഞു. 1-ാമത്തെ വാക്യം ഇങ്ങനെയാണ് ആരംഭിച്ചത്, ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു, ആകാശവിധാനം അവൻ്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. ഇപ്പോൾ വർണ്ണിക്കുന്നു, പ്രസിദ്ധമാക്കുന്നു, അത് വെളിപാടാണ്. എന്നിട്ട് ഇതേ സങ്കീർത്തനത്തിൻ്റെ പകുതി 7-ാം വാക്യം മുതൽ പ്രകൃത്യതീതം, അമാനുഷികമായ വെളിപാട്, തിരുവെഴുത്തിൻ്റെ വെളിപാട്. 7-ാം വാക്യം സങ്കീർത്തനം 19, യഹോവയുടെ ന്യായപ്രമാണം തികവുള്ളത്, അത് പ്രാണനെ തണുപ്പിക്കുന്നു. യഹോവയുടെ സാക്ഷ്യം വിശ്വാസ്യമാകുന്നു, അത് അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്നു. അപ്പോൾ 7-ാം വാക്യം മുതൽ ദൈവത്തിൻ്റെ ഈ വചനത്തിലുള്ള വെളിപാടിനെക്കുറിച്ച് കാണാം. പൗലോസ് അപ്പോസ്തലൻ തൻ്റെ സുവിശേഷ യാത്രയിൽ ലുസ്ത്ര എന്ന സ്ഥലത്തെത്തുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ തൻ്റെ ചുറ്റും കൂടിയ ജനക്കൂട്ടത്തോട് ദൈവത്തിൻ്റെ പ്രകൃതിയിലൂടെയുള്ള വെളിപാടിനെ ചൂണ്ടിക്കാണിച്ചു. അവിടെ പൗലോസ് അപ്പോസ്തലൻ ഇങ്ങനെയാണ് അവരോട് പറഞ്ഞത്, പ്രവൃത്തികൾ 14-15 മുതൽ. അങ്ങനെ പൗലോസിനെയും ബർന്നബാസിനെയും ഇന്ദ്രക്ഷേത്രത്തിലെ പുരോഹിതന്മാർ കാളകളെയും പൂമാലകളെയും കൊണ്ടുവന്ന് അവർ പൗലോസിന് മുമ്പാകെ യാഗം കഴിക്കാൻ ആഗ്രഹിച്ചു. അപ്പോസ്തലനായ പൗലോസും ബർന്നബാസും ഉടൻ തന്നെ ജനത്തിനിടയിലേക്ക് ഓടിച്ചെന്നിട്ട് പറഞ്ഞു, പുരുഷന്മാരെ, നിങ്ങൾ ഈ ചെയ്യുന്നത് എന്ത്? ഞങ്ങൾ നിങ്ങളോട് സമസ്വഭാവമുള്ള മനുഷ്യരത്രേ. നിങ്ങൾ ഈ വ്യർത്ഥ കാര്യങ്ങളെ വിട്ട് ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലവും ഉണ്ടാക്കിയ ജീവനുള്ള ദൈവത്തിലേക്ക് തിരിയണം എന്നുള്ള സുവിശേഷം ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നു. എന്നിട്ട് കഴിഞ്ഞ കാലങ്ങളിൽ അവൻ നിങ്ങൾ സകല ജാതികളെയും സ്വന്തം വഴിയിൽ നടപ്പാൻ സമ്മതിച്ചെങ്കിലും അവൻ നന്മ ചെയ്യുകയും ആകാശത്തുനിന്ന് മഴയും ഫലപുഷ്ടിയുള്ള കാലങ്ങളും നിങ്ങൾക്ക് തരികയും ആഹാരവും സന്തോഷവും നൽകി നിങ്ങളെ തൃപ്തരാക്കുകയും ചെയ്തു പോകുന്നതിനാൽ തന്നെക്കുറിച്ച് സാക്ഷ്യം തരാതിരുന്നിട്ടില്ല. ദൈവം തന്നെക്കുറിച്ച് തെളിവ് കൊടുക്കുകയായിരുന്നു. നന്മ ചെയ്തു, സംതൃപ്തി കൊടുക്കും, ആഹാരം നൽകിയും ഇങ്ങനെ ആകാശത്തുനിന്ന് മഴയും ഫലപുഷ്ടിയുള്ള കാലങ്ങളും എല്ലാം നൽകിക്കൊണ്ട് ദൈവം അവർക്ക് തൻ്റെ സാന്നിധ്യത്തിൻ്റെ വെളിപാട് കൊടുത്തു. ഇപ്പോൾ വളരെ വ്യക്തമായിട്ട് പൗലോസ് അപ്പോസ്തലൻ അവരോട് കാണിച്ചു കൊടുത്തു, ദൈവം നിങ്ങൾ പറയുന്ന പോലെയല്ല, ദൈവം നിങ്ങളുടെ ചുറ്റുമുണ്ട്, ദൈവം നിങ്ങളുടെ നടുവിൽ തൻ്റെ തെളിവ് തന്നു. അപ്പോൾ റോമാലേഖനത്തിൽ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വേദഭാഗത്തിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, അവൻ്റെ അദൃശ്യ ലക്ഷണങ്ങൾ ലോക സൃഷ്ടി മുതൽ, ഈ ഭൂമി ഈ പ്രപഞ്ചത്തിൻ്റെ ആരംഭം മുതൽ ദൈവത്തിൻ്റെ അദൃശ്യ ലക്ഷണങ്ങൾ ലോക സൃഷ്ടി മുതൽ ലോകത്തിൽ ജ്ഞാനികളാണ്, വിജ്ഞാനികളാണ്, പണ്ഡിതന്മാരാണെന്ന് പറയുന്ന പലരും അവരെത്ര മൂഢരാണെന്ന് തെളിയിക്കുകയാണ്. അവർ പറയും പ്രത്യേക സൃഷ്ടിയല്ല ഈ ലോകം പരിണമിച്ച്
കോടാനുകോടി കൊണ്ടുണ്ടായതാണ് ഈ ലോകമെന്ന് പറയുന്ന ഈ പണ്ഡിതന്മാർ, സ്വയം പറയുന്നവർ എത്ര മൂഢരാണ് എന്നിവിടെ കാണാം. പൗലോസ് ഇവരെക്കാളും പണ്ഡിതനാണ്, അതോടൊപ്പം ദൈവശ്വാസീയനായ ദൈവദാസനാണ്. ദൈവത്തിൻ്റെ ജ്ഞാനം ലഭിച്ചവർ, ആ ദൈവാത്മാവിൽ നിയന്ത്രിക്കപ്പെട്ട മനുഷ്യനായ പൗലോസ് ഗമാലിയൻ്റെ കീഴിൽ നിന്ന് പഠിച്ച ലോകത്തിലെ ജ്ഞാനികളിൽ ഒരാൾ തന്നെയാണ്. പക്ഷെ അതിലുപരിയായി ദൈവശ്വാസീയമായ വെളിപാടുകൾ ലഭിച്ച ഒരു മനുഷ്യനാണ്. ആ വ്യക്തി വ്യക്തമായിട്ട് പറയുന്നു, ഈ ഭൂമി പരിണാമമല്ല, ലോക സൃഷ്ടിയാണ്. ഇത് സൃഷ്ടിക്കപ്പെട്ടതാണ്, ദൈവം സൃഷ്ടിച്ചതാണ്. ദൈവത്തിൻ്റെ വിരൽപ്പാടുകൾ ഓരോ സൃഷ്ടിയിലും പ്രകടമാണ്. അന്വേഷിക്കുന്നവർക്ക് ഇത് കാണാൻ കഴിയും. ഇത് പ്രത്യേകമായി ദൈവം സൃഷ്ടിച്ചതാണ്, അല്ലാതെ പരിണാമ ഫലമല്ല. അപ്പോൾ പൗലോസ് വ്യക്തമായി പറഞ്ഞു, എല്ലാം സൃഷ്ടിക്കപ്പെട്ടതാണ്. അപ്പോൾ ഈ സൃഷ്ടിക്കപ്പെട്ട ലോകത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ദൈവത്തെക്കുറിച്ച് ചിലതറിയാൻ പറ്റും. പൂർണ്ണമായിട്ടല്ലെങ്കിലും ചിലതറിയാൻ പറ്റും. പൗലോസ് വ്യക്തമായി പരാമർശിക്കുകയാണ്. അതിൻ്റെ ഉപസംഹാരമായിട്ട് പൗലോസ് പറയും, ഈ ലോകത്തിലേക്ക് നോക്കിയാൽ ദൈവമുണ്ടെന്നെങ്കിലും അറിയാം. പൂർണ്ണ വിവരങ്ങൾ അറിയില്ല, ശരിയാണ്. അതിനാണ് തിരുവെഴുത്ത് വേണ്ടി വന്നത്, പിന്നീട് യേശുക്രിസ്തു വന്നത്. പക്ഷേ പ്രപഞ്ചം, ഈ പ്രകൃതിയിലൂടെ ദൈവമുണ്ടെന്നുള്ള വലിയ സത്യം ഓർമ്മിപ്പിക്കപ്പെടുകയാണ്. ഇത് സാധാരണ കൊച്ചു കുട്ടികൾക്ക് വരെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു നിയമമാണ്, ഒരു തത്വമാണ്. കാരണം സൃഷ്ടിക്കപ്പെട്ട എല്ലാം സൃഷ്ടിക്കുവാൻ ഒരാൾ വേണം. ഉദാഹരണത്തിന് ഈ വാച്ചാകട്ടെ, ഇതൊരു വാച്ചാണ്. ഈ വാച്ച് താനേ ഉണ്ടായതല്ല. ഈ വാച്ച് ഇപ്രകാരം രൂപപ്പെടുത്തുവാൻ, ഇപ്രകാരം ക്രമീകരിക്കാൻ ഒരു സൃഷ്ടാവ്, ഒരു നിർമ്മിതാവ് ഉണ്ടാകണം. അത് മൊബൈൽ ഫോണായാലും ഒരു പേനയായാലും. അപ്പം ഇത് സൃഷ്ടിക്കാൻ, നിർമ്മിക്കാൻ ഒരാൾ ആവശ്യമാണ്. ഇത് തന്നെ ദൈവവചനത്തിൽ എബ്രായലേഖനം 3-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ എബ്രായലേഖൻ പറയുന്നത് കേൾക്കാം. അവിടെ എബ്രായലേഖനം 3-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: ഏത് ഭവനവും ചമപ്പാൻ ഒരാൾ വേണം. വെറുതെ ഒരു വീടുണ്ടാകില്ല. 100 ചാക്ക് സിമെൻറ്റും 10 ലോഡ് മെറ്റലും 10 ലോഡ് മണലും കുറേ കമ്പി ഒരുമിച്ച് കൂട്ടിയിട്ട് 1 മാസം കഴിഞ്ഞോ 1 വർഷം കഴിഞ്ഞോ 10 വർഷം കഴിഞ്ഞോ നോക്കിയാലും മനോഹരമായൊരു വീട് അവിടെ ഉണ്ടാകില്ല. അത് പണിയാൻ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ശില്പികൾ വേണം. അതിൻ്റേതായ എഞ്ചിനീയർമാരും ആർക്കിടെക്ചറും ഡിസൈനറും എല്ലാം വേണം, പണിക്കാർ വേണം. അപ്പോൾ ഏത് ഭവനവും ചമപ്പാൻ ഒരാൾ വേണം. എന്നിട്ട് പറയുന്നു, സർവവും ചമച്ചവൻ ദൈവം തന്നെ. സകലതും ചമച്ചത് ദൈവമാണ്. ദൈവമാണ് സകലവും സൃഷ്ടിച്ചത്. ഇപ്പോൾ പൗലോസ് റോമലേഖനം 1-ാം അധ്യായത്തിൽ വെളിപ്പെടുത്താൻ പോകുന്നത് ദൈവമുണ്ട് എന്ന് തെളിയിക്കുകയല്ല. ബൈബിൾ ഒരിക്കലും ദൈവം ഉണ്ടെന്ന് തെളിയിക്കില്ല. ബൈബിൾ ആരംഭ പുസ്തകം തന്നെ, ഉൽപ്പത്തി തന്നെ നിലനിൽക്കുന്ന ദൈവത്തിൻ്റെ പ്രസ്താവനയോടുകൂടിയാണ് ആരംഭിക്കുന്നത്. ദൈവം പണ്ട് ആകാശഭൂമി സൃഷ്ടിച്ചു. ദൈവം എങ്ങനെ ഉണ്ടായെന്ന് പറയുന്നില്ല, എൻ്റെ ആവശ്യമില്ല. ദൈവം ഉണ്ടായതല്ല. ഒരു പരിധിക്കപ്പുറം മനുഷ്യരായി നമ്മുടെ ബുദ്ധിതലത്തിൽ അത് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ട് വരും. അപ്പോൾ ദൈവം ഉണ്ട് എന്നുള്ളത് തെളിയിക്കല്ല പൗലോസ് ചെയ്യുന്നത്. അതിന് പകരം അത് സാർവലൗകികമായ എല്ലാവരും അംഗീകരിക്കപ്പെടുന്ന സത്യമാണ്. ഉന്നതമായ ഒരു ശക്തി ഉണ്ട്. ദൈവമാണെന്ന് ചിലർക്ക് അറിയില്ല, പക്ഷെ ഉന്നതമായൊരു ശക്തിയുണ്ട്. ആ ശക്തിയെ പല പേരിൽ അവർ വിശേഷിപ്പിക്കും. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ്റെ ഊന്നലെന്ന് പറയുന്നത്, ആരാണ് ഈ ദൈവം? ദൈവം പ്രകൃതിയിലൂടെയും അമാനുഷികമായും വെളിപ്പെടുത്തിയപ്പോൾ ദൈവം ആര് എന്നാണ് വെളിപ്പെടുത്തിയത്. ഇവിടെ പൗലോസ് പറയുന്ന വാക്കുകൾ ശ്രദ്ധിച്ചാൽ കാണാം. ദൈവത്തിൻ്റെ അദൃശ്യ ലക്ഷണങ്ങൾ. ദൈവം അദൃശ്യനാണ്, മറഞ്ഞു നിൽക്കുന്നവൻ അറിയാൻ കഴിയില്ല, കാണാൻ കഴിയില്ല. അദൃശ്യ ദൈവത്തിൻ്റെ ലക്ഷണങ്ങൾ, അദൃശ്യ ലക്ഷണങ്ങൾ, ദൈവത്തിൻ്റെ സ്വഭാവ സവിശേഷതകൾ. അതിൽ തന്നെ ഒരു വൈരുദ്ധ്യമുണ്ട്. കാരണം അവൻ്റെ നിത്യശക്തിയും ദിവ്യത്വവുമായി അവൻ്റെ അദൃശ്യ ലക്ഷണങ്ങൾ ലോക സൃഷ്ടി മുതൽ അവൻ്റെ പ്രവൃത്തികളാൽ, അതായത് സൃഷ്ടി എന്ന പ്രവൃത്തികളാൽ ബുദ്ധിക്ക് തെളിവായി വെളിപ്പെട്ടു വരുന്നു. അപ്പോൾ 2 വാക്കുകൾ ശ്രദ്ധിക്കുക. അദൃശ്യ ലക്ഷണങ്ങൾ തെളിവായി വെളിപ്പെട്ടു വരുന്നു. അപ്പോൾ അദൃശ്യമായി നിൽക്കുന്നത്, പക്ഷെ അത് തെളിവായി വെളിപ്പെടുന്നു, വ്യക്തമായി വെളിപ്പെട്ടു വരുന്നു. എന്ന് പറഞ്ഞാൽ കണ്ണുകൊണ്ട് കാണാൻ കഴിയുക മാത്രമല്ല, ഹൃദയം കൊണ്ട് ഗ്രഹിക്കാൻ പോലും കഴിയുന്ന വിധത്തിൽ വെളിപ്പെട്ടു. നമ്മൾ കാണുന്നതെല്ലാം ഗ്രഹിക്കുന്നില്ല, കേൾക്കുന്നതെല്ലാം ഉൾക്കൊള്ളുന്നില്ല, അത് വചനമാണെങ്കിൽ പോലും. ഇപ്പോൾ ദൈവം ഇവിടെ സൃഷ്ടി എന്ന തൻ്റെ സൃഷ്ടിയെക്കുറിച്ച് പറയുമ്പോൾ ഈ ലോക സൃഷ്ടി മുതൽ ദൈവം തൻ്റെ അദൃശ്യ ലക്ഷണങ്ങൾ, ദൈവത്തിൻ്റെ അദൃശ്യമായി നിൽക്കുന്ന ലക്ഷണങ്ങൾ ദൈവം പ്രത്യക്ഷമാക്കി തന്നു.
പ്രത്യക്ഷമായി കാണിച്ചത് നമുക്ക് ഗ്രഹിക്കാൻ. എന്തൊക്കെ ലക്ഷണങ്ങളാണ് ദൈവം കാണിച്ചത്? പ്രപഞ്ചത്തിലൂടെ, സൃഷ്ടിയിലൂടെ ദൈവം തന്നെക്കുറിച്ചുള്ള എന്തെല്ലാം സ്വഭാവ സവിശേഷതകളാണ് വെളിപ്പെടുത്തിയതെന്നുള്ളത് നമുക്ക് അടുത്ത ദിവസം ചിന്തിക്കാം. ഇപ്പോൾ നാം നിൽക്കുന്ന ഭൂമി ദൈവത്തിൻ്റെ തെളിവാണ്, ദൈവത്തിൻ്റെ സാക്ഷ്യമാണ്. അതുകൊണ്ട് ഇവിടെ ജീവിക്കുന്ന ഒരു മനുഷ്യനും ദൈവനിഷേധിയായി ജീവിച്ചാൽ അതിൽ വരം ഒരു അപമാനം തനിക്കിനി സ്വന്തം ജീവിതത്തിൽ വരാനില്ല. ദൈവത്തിനൊരു അപമാനവും ഏൽക്കില്ല. ദൈവത്തിനൊരു അപമാനവും ഏൽക്കില്ല. ദൈവം പരിശുദ്ധനാണ്. ഇത് പരിണമിച്ചുണ്ടായതാണ്, കുരങ്ങളിൽ നിന്ന് വന്നതാണ്, പൊട്ടിത്തെറിച്ചുണ്ടായതാണ്, സ്റ്റഡി സ്റ്റേറ്റാണ്, കോടാനുകോടി വർഷങ്ങളായി ഇങ്ങനെ തന്നെ നിൽക്കുന്നതാണ്, ബിഗ് ബാങ് ആണ്. മനുഷ്യൻ്റെ മൂഢത്തരത്തിൻ്റെ തെളിവുകൾ. ദൈവം സൃഷ്ടിച്ചതാണ് ഈ ലോകം. ഈ ലോകത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ദൈവത്തോട് കണക്ക് പറയേണ്ടി വരും. മറക്കരുത്, മനുഷ്യ ജീവിതത്തെ നശിപ്പിക്കുന്ന ശക്തികളെ കണ്ടു. പാപമാകുന്നത് പ്രമാണമുണ്ടാകുമ്പോൾ, പാപത്താൽ നമ്മൾ ജീവിക്കുമ്പോൾ അത് മരണത്തിലെത്തിക്കും, ദൈവക്രോധത്തിനിട വരും. ഇപ്പോൾ വ്യക്തമാണ് വചനത്തിൽ നാം കുറ്റക്കാരാണ്, ഒഴി കഴിവില്ല, എക്സ്ക്യൂസ് പറയാനില്ല. ഇനി ഒന്നും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു, ഞങ്ങളൊന്നും മനസ്സിലാക്കിയിട്ടില്ലായിരുന്നു. ആര് പറഞ്ഞു? എത്രയോ ലോകത്തിലെ ഏറ്റവും അധികം ഭാഷകളിൽ വിവർത്തനം ചെയ്യപ്പെട്ടുള്ള, പരിഭാഷപ്പെടുത്തിയുള്ള ദൈവത്തിൻ്റെ വിശുദ്ധ ഗ്രന്ഥം. അത് വായിക്കാത്തത് നമ്മുടെ കുഴപ്പമാണ്, ദൈവത്തിന് കുഴപ്പമല്ല. വായിച്ച് പഠിക്കാൻ ആഗ്രഹിക്കാത്തത് നമ്മുടെ ബലഹീനതയാണ്. ദൈവം തന്നു, എല്ലാ ഭാഷകളും തന്നു, ചെറിയ അക്ഷരം, വലിയ അക്ഷരം. നമ്മളത് വായിക്കുന്നില്ല, മനസ്സിലാക്കുന്നില്ല. മാത്രമല്ല ഈ പ്രകൃതി, ഇപ്പോൾ ദൈവത്തിന് ആരെ എപ്പോഴും ശിക്ഷിക്കാം. കാരണം ഈ പ്രകൃതി മാത്രമേ ദൈവത്തിൻ്റെ ഒരു തെളിവായിട്ട്. ഈ തെളിവ് നിങ്ങൾ കണ്ടില്ലേ? ഈ തെളിവുകളെല്ലാം നിങ്ങളുടെ ചുറ്റുമുണ്ടായിട്ട് എന്തുകൊണ്ട് എന്നെ കണ്ടില്ല? ബൈബിൾ ഞങ്ങൾ താമസിക്കുന്ന ഗോത്രവർഗ്ഗക്കാരുടെ കാട്ടിൻ്റെ ഉള്ളിൽ ഞങ്ങളുടെ അവിടെ ബൈബിളൊന്നും ആരും കൊണ്ടുവന്നില്ല, ഒരു പ്രാസംഗിനും വന്നില്ല. ഈ പ്രകൃതിയിലല്ലേ നിങ്ങൾ ജീവിച്ചത്? നിത്യശക്തി, ദിവ്യത്വമായൊരു അസ്തിത്വമുണ്ടെന്നുള്ള തെളിവ് പ്രകൃതിയിൽ ഞാൻ വെച്ചു, തെളിവായി വെച്ചു, ബുദ്ധിക്ക് തെളിവായി വെച്ചു. അതെന്താ കാണാത്തത്? ഇപ്പോൾ ശ്രദ്ധിക്കുക, ഉത്തരവാദിത്വമുള്ളവരാകാൻ ശ്രമിക്കാം. തുടരെ അടുത്ത ദിവസം കൂടുതൽ സത്യങ്ങളിലേക്ക് വചനത്തിലൂടെ നമ്മളെ ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.